DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിയേണ്ട സുപ്രധാനമായ ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുന്നത്. എല്ലാവിധ റേഷൻ അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. കേന്ദ്രത്തിൽ മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇതോടെ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തുടക്കമിട്ട റേഷൻ വിതരണ രംഗത്തടക്കമുള്ള മാറ്റങ്ങൾ ഇനി വരുന്ന മാസങ്ങളിൽ നടപ്പിലാവുവാൻ പോവുകയാണ്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി, സ്മാർട്ട് PDS, അരിക്ക് പകരം പണം വിതരണം, മുൻഗണനാ കാർഡുകാർക്കുള്ള പുതിയ മാനദണ്ഡങ്ങൾ തുടങ്ങിയ മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. പുതിയ കേന്ദ്ര സർക്കാർ വന്നതോടെ കേരളത്തിൽ പൊതുവിതരണ രംഗത്ത് വരുന്ന ആദ്യ മാറ്റം സ്മാർട്ട് PDS സംവിധാനം നിലവിൽ വരുന്നതാണ്. സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന സ്മാർട്ട് PDS വരുന്നതോടെ കേരളത്തിലെ റേഷൻ വിതരണത്തിന്റെ കൺട്രോൾ മുഴുവനും കേന്ദ്ര സർക്കാരിന്റെ സെർവർ മുഖേനയാകും ഉണ്ടാവുക. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ സെർവറിലുള്ള റേഷൻ കാർഡ് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും കേന്ദ്ര സർക്കാരിന് കൈമാറും. ഇതോടെ ഓരോ കാർഡുകളുടെയും ഭക്ഷ്യവിഹിതത്തിന്റെ അളവ്, ഏതെല്ലാം കാർഡുകാർക്ക് സൗജന്യ ആനുകൂല്യങ്ങൾ നൽകണം, കേരളത്തിലെ കാർഡുടമകൾക്ക് എന്തെല്ലാം നൽകണം, മുൻഗണനാ കാർഡ് ലഭിക്കുന്നതിന് വേണ്ട അർഹതകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കായിരിക്കും പ്രാമുഖ്യമുണ്ടാവുക. ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്മാർട്ട് PDS പദ്ധതിയിൽ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുൻപായി തന്നെ സംസ്ഥാനവും ചേർന്നിരുന്നു. ഇതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അവരുടെ നാട്ടിലെ റേഷനാനുകൂല്യങ്ങൾ നമ്മുടെ റേഷൻ കടകളിലൂടെ സുഗമമായി വാങ്ങുവാൻ സാധിക്കും. അതുപോലെ മലയാളികൾ പഠനാവശ്യത്തിനോ ജോലി ആവശ്യത്തിനോ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇവിടുത്തെ റേഷൻ കാർഡിലുള്ള ആനുകൂല്യങ്ങൾ ആ സംസ്ഥാനങ്ങളിലെ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങുവാൻ കഴിയും. 5 കോടി രൂപ മുടക്കിൽ ആരംഭിച്ചിരിക്കുന്ന സ്മാർട്ട് PDS സംവിധാനത്തിൽ 60% ചിലവ് കേന്ദ്രവും 40% ചിലവ് സംസ്ഥാനവുമാണ് വഹിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡുകൾ ഉൾപ്പെടെ രാജ്യത്ത് ഭക്ഷ്യഭദ്രതാ പദ്ധതിക്കു കീഴിൽ വരുന്ന 80 കോടിയോളം ചേർത്ത് അടുത്ത 5 വർഷത്തേക്ക് സൗജന്യ റേഷൻ വിതരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കുന്നതിനുള്ള മാനദണ്ഡം കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഒരേ രീതിയിലാക്കിയാൽ ജീവിത നിലവാരത്തിലും മറ്റും മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് തിരിച്ചടിയാകുവാൻ സാധ്യതയുണ്ട്. പലർക്കും മുൻഗണനാ കാർഡ് നഷ്ടപ്പെട്ടേക്കും. സ്മാർട്ട് PDS സംവിധാനം വരുന്നതോടെ കാർഡുടമകൾക്കുള്ള ഭക്ഷ്യവിഹിതം തീരുമാനിക്കുന്നതിനും മുൻഗണനാ കാർഡുകൾ അനുവദിക്കുന്നതിനുമുള്ള സംസ്ഥാനത്തിന്റെ അധികാരം പരിമിതമാകും. റേഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ലെന്നും കേരളം പോലെ ഭക്ഷ്യ ഉൽപാദനം കുറഞ്ഞ സംസ്ഥാനത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇതുണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് ആദ്യഘട്ടത്തിൽ കേരളം ഈ പദ്ധതിയിൽ ചേരാതിരുന്നത്. എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പദ്ധതിയോട് സഹകരിച്ചതോടെ കേരളവും സമ്മർദ്ദത്തിലായി. സഹകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ മുൻഗണനാ കാർഡുകളിൽ 1,54,00,000 ജനങ്ങളുടെ റേഷൻ ഭക്ഷ്യ വിതരണ ചിലവ് സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കേന്ദ്ര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയതോടെയാണ് കേരളവും ഈ പദ്ധതിയിൽ ചേരുവാൻ തീരുമാനിച്ചത്. ഇതോടെ റേഷൻ മുൻഗണനാ കാർഡ് ഉപഭോക്താക്കളുടെ ഡാറ്റ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാകും. ഇത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയും ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ലൈഫ് മിഷനിലൂടെ സൗജന്യമായി നൽകുന്നതിലും പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് ടൈലുകളിട്ട വീടും ഫ്ളാറ്റുകളുമുണ്ട്. വളരെ പാവപ്പെട്ടവർക്കും 1 ലക്ഷത്തിൻ്റെയോ 1.5 ലക്ഷത്തിൻ്റെയോ സെക്കൻഡ് ഹാൻഡ് കാറുകളും, മുതിർന്നവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടതൊക്കെ കരുതിയുണ്ടാകും. രാജ്യവ്യാപകമായി ഒരേ മാനദണ്ഡം തന്നെ സ്വീകരിക്കുവാൻ തുടങ്ങിയാൽ കേരളത്തിന് ബുദ്ധിമുട്ട് വരുമോ എന്നാണ് പ്രധാന സംശയം. അതുപോലെ റേഷൻ കാർഡുകളിലൂടെ മുൻഗണനാ കാർഡുടമകൾക്ക് നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യത്തിന് പകരം അതിന്റെ വില ഭാവിയിൽ കാർഡുടമകളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന രീതിയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാർഡുടമകൾക്ക് ആത്തുക ഉപയോഗിച്ച് ഇഷ്ടമുള്ള കടകളിൽ നിന്നും സാധനം വാങ്ങുവാൻ കഴിയും. അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായ 14,000-ലധികം റേഷൻ കടകളുടെ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്നും ഒരു വിഭാഗം ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇലക്ഷന് മുൻപായി വിതരണം തുടങ്ങിയ ഭാരത് ആട്ട, ഭാരത് അരി എന്നിവയുടെ വിൽപ്പനയ്ക്ക് റേഷൻ കടകൾക്കോ റേഷൻ കാർഡിനോ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. വാഹനങ്ങളിൽ പട്ടണങ്ങളിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന രീതിയും റിലയൻസ് പോലുള്ളവയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുമായിരുന്നു അതിന്റെ വിൽപ്പന. സ്മാർട്ട് PDS സംവിധാനം നടപ്പിലാകുന്നതോടെ
റേഷൻ വിതരണം കൂടുതൽ വേഗത്തിലാകും. ആവശ്യമുള്ള സ്റ്റോക്കുകൾ മാസത്തിന്റെ ആദ്യം മുതൽ തന്നെ റേഷൻ കടകളിൽ എത്തുവാൻ തുടങ്ങും. റേഷൻ സാധനങ്ങളുടെ ഗുണനിലവാരവും വർദ്ധിക്കും തുടങ്ങിയ ഗുണങ്ങളുമുണ്ട്. സ്മാർട്ട് PDS സംവിധാനം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടേയുള്ളൂ. ഇതിന്റെ കൂടുതൽ വിവരങ്ങളും റേഷൻ കാർഡ് മാസ്റ്ററിംഗിന്റെ അറിയിപ്പും ഔദ്യോഗികമായി വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്.